ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കും. ഒരു ആർപ്പാർക്കിയിലിടായി വരുന്നു എന്ന് വയ്ക്കുക. രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് ഇറാനും ഇസ്രായേലും. നമ്മൾ ആരുടെ കൂടെ നിൽക്കും? നമ്മൾ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. അതാണ് രസം. നമ്മൾ എവിടെ നിൽക്കുന്നു നോക്കിയിട്ടായിരിക്കും മിക്കവാറും റഷ്യ നിലപാടെടുക്കാൻ പോകുന്നത്. ചൈന ഈ കുന്തത്തിൽ തലവയ്ക്കുകയില്ല. ചൈന കണ്ടില്ല, ബംഗ്ലാദേശിൽ തലവയ്ക്കാത്തത് എന്താ ചൈന? കാരണം ഈ ജിഹാദികളുടെ ആണ് കളി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ISISന്റെ ഫ്ലാഗ് പറപ്പിച്ചു ബംഗ്ലാദേശിൽ. പിന്നെ ഇവരുടെ അൽ ഖൈദയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ചൈന വിചാരിച്ചു ഇതിനകത്ത് തലവെച്ച് ശരിയാവില്ല കേട്ടോ, ഇത് നമ്മുടെ തലയിലാവും. അവരല്ലെങ്കിൽ തന്നെ അവരുടെ സിങ്കിയാൻ പ്രോവിൻസിൽ വെടിവെച്ചും ബോംബ് വെച്ചും ബുൾഡോസർ വെച്ച് പള്ളിയിടിച്ചും ഒക്കെയാണ് ഈ പണ്ടാരക്കെട്ടിനെ അവർ പിടിച്ചു നിർത്തുന്നത് ചൈനയിൽ. അത് കഴിഞ്ഞിട്ട് ബംഗ്ലാദേശിൽ വന്നിട്ട് വെറുതെ ഇരിക്കുന്ന ദുരിതം എന്തിനാണ്? അതുകൊണ്ട് ചൈന ഇടപെടുന്നില്ല. അമേരിക്ക ഇടപെട്ടിട്ട് പ്രയോജനം ഉണ്ടായില്ല. അമേരിക്കൻ എംബസിയും പൂട്ടി അവർക്ക് സ്ഥലം വിടേണ്ടി വന്നു. ഈ സാധനം മൊത്തം ഈ അലംബൂസന്മാരുടെ കയ്യിൽ പോയി. അതുകൊണ്ട് ചൈന ഇടപെടില്ല ഇത്തരം കാര്യങ്ങൾ. റഷ്യ നമ്മുടെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഇടപെട്ടു എന്ന് വരും.